ഹലോ ഗായ്സ്, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ പാറക്കുട്ടി ഓരോന്ന് നോക്കിയിട്ടും ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഓണത്തിനനുബന്ധിച്ച് പൂക്കളൊക്കെ ആയിട്ട് തൂക്കി നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ അവിടെ ഓടി കളിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, അവൻ ഭയങ്കര ഓട്ടവും കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഈ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് പാറക്കുട്ടി ഒരുപാട് നോക്കിയിട്ടുണ്ട്. എൻ്റെ കണ്ണ് വെട്ടിച്ച് ഞങ്ങൾ ഓരോ സാധനം എടുക്കുമ്പോഴും അവൾ കണ്ണ് വെട്ടിച്ച് അവൾ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് കുറേ വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളുണ്ട്. ഓണം പ്രമാണിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓണം പ്രമാണിച്ച് കൂപ്പണും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അടുക്കളയ്ക്കുള്ള ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടി ഓഫറും കാര്യങ്ങളുണ്ടായിരുന്നു. പാറക്കുട്ടി കുട്ടീനെ കിടത്തുന്ന ഓരോ സംഭവം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടം അങ്ങനത്തെ ഓരോ സാധനം കുട്ടികളെ കിടത്തുന്നതും കുട്ടികളൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്നതും അങ്ങനത്തെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുപ്പികളുണ്ടായിരുന്നു. ഞങ്ങൾ കുപ്പി ഒന്ന് പൊട്ടിയിട്ട് ഒന്ന് വാങ്ങിത്തരണം എന്നൊക്കെ പാറു ഓരോ കുപ്പി എടുക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു. പാറുവിന് എന്താ പറയുക, അടങ്ങി നിൽക്കണില്ലേന്ന് അവൾ. അങ്ങനെ എക്സലേറ്ററിൽ അവൾ കയറിയിട്ടുണ്ട് പാപ്പൻ്റെ കൂടെ കേട്ടോ. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ സാധനം വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ചോള കൊണ്ട് ഉണ്ടാക്കിയ ഒരു മിക്സ് ആക്കിയിട്ട് തേനൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാം സെറ്റായതിന് ശേഷം എല്ലാം വാങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പാറുക്കുട്ടി പാപ്പനായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്താൻ ഞങ്ങൾ കുറച്ച് പൂക്കളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിനുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോറ് തിന്നിട്ടുണ്ട് കേട്ടോ. ചോറിന് സ്പെഷ്യലായിട്ട് ചീരക്കറി, പിന്നെ അതേപോലെ മീൻ വറുത്തതുണ്ടായിരുന്നു. കുറേ അധികം മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യക്കൂട്ടന് ഈ ഒരു സ്റ്റിക്കർ ഞങ്ങൾ ജംജൂമെന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് വെച്ച് അവൻ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ചെറിയൊരു ഉമ്മൊക്കെ തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ കുറേ നേരം ആദ്യക്കൂട്ടൻ ആ മിഠായും ഒക്കെ വെച്ചിട്ട് കുറേ നേരം അവനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. മടക്കി വെക്കണ വരെയിട്ട് അവൻ ഒരുപാട് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ. അങ്ങനെ ആദ്യമായാലും പാറു ആയാലും കുറേ നേരം രണ്ടുപേരും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കളിപ്പാട്ടം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മടക്കി വയ്ക്കാൻ മടിച്ച കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ രാവിലെ തിരുവോണത്തിൻ്റെ മോർണിംഗ് കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛനും പാറും കൂടിയുള്ള ഒരു വീഡിയോ കോളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹാപ്പി ഓണം എന്നൊക്കെ പാറു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ തിരിച്ചും പറഞ്ഞത്. കുറേ നേരം അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആദ്യക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം അവൻ്റെതായ കുറച്ച് എക്സ്പ്രഷനും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനെ വിളിക്കുമ്പോൾ എപ്പോഴും ഹാപ്പി. ഉമ്മൊക്കെ അച്ഛൻ ചോദിക്കാതെ തന്നെ ഉമ്മൊക്കെ കൊടുക്കട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര സങ്കടവും സന്തോഷം കൂടി ഒപ്പം കയറി വരും കേട്ടോ. അങ്ങനെ ആദ്യം കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവന് വെള്ളം ചോദിക്കാൻ വേണ്ടിയിട്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ബെഡിലൊക്കെ കിടന്നിട്ട് കുറേ കോപ്രായം കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ തിരുവോണത്തിനിട്ട ഓണപ്പൂക്കൾ കേട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. തിരുവോണം ആയതുകൊണ്ട് കുറച്ച് വലിയ പൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് അധികം പൂവുണ്ടായിരുന്നു. ബാക്കി പൂ ഞങ്ങൾ നാളത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് നല്ല നാടൻ ഇലകളൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഓരോന്നോരോന്നായിട്ട് ഓരോ സദ്യകൾ ഓരോന്നോരോന്ന് വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. സാമ്പാർ, പിന്നെ അതിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ ഇപ്രാവശ്യം ഞങ്ങൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിക്കനും പൊരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവിധ സദ്യക്കുള്ള എല്ലാവിധ കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാറു ആയാലും ആദ്യമായാലും ഫുഡ് വല്ലാതെ കഴിച്ചിട്ടില്ലായിരുന്നു. അവർ അതിൻ്റെ ചിക്കനും പപ്പടും പഴവും മാത്രമായിട്ട് കഴിച്ചിട്ടുള്ളൂ. 2-3 മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ തീറ്റ വളരെ കുറവാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അനിയൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം അവർ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ എല്ലാതും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പാറിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അടിക്കാൻ വേണ്ടിയിട്ട് അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തുണി ഞാൻ എടുത്തിട്ട് താത്താൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ താത്തയ്ക്ക് വീട്ടിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തതാ വരുന്ന വഴിയാണ്. അങ്ങനെ ഞാനും മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ്, ഓണത്തിൻ്റെ ഡ്രസ്സ് ഇതാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ബായ്.